അയാൾ തീർത്തും ഒരു അത്ഭുതമായി തോന്നിയ സമയങ്ങളുണ്ടായിട്ടുണ്ട്. റയലിൻ്റെ നിർണായക പോരാട്ടങ്ങളിൽ അയാൾ ഒരു യഥാർത്ഥ പോരാളിയായി മാറുന്നത് നിരവധി തവണ സാക്ഷിയായിട്ടുണ്ട്. ഫുട്ബോളിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമേ തൻ്റേതല്ലാത്ത പൊസിഷനുകൾ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കൂ. ഈ കാലഘട്ടത്തിൽ അത് ഏറ്റവും ഗൗരവത്തോടെ കൃത്യമായി നിർവഹിക്കുന്ന ഒരാളുടെ പേര് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക റയൽ മാഡ്രിഡിലെ ആ 8-ാം നമ്പറുകാരനെ കുറിച്ചായിരിക്കും. ഇനി മറ്റാരെങ്കിലും അത്തരം അസാധാരണ കഴിവുകൾ ഈ സമകാലിക ഫുട്ബോളിൽ പുറത്തെടുക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിനും മറ്റൊരു മറുപടി എന്നിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകുകയില്ല. കാരണം ഇത്രയേറെ വെർസറ്റൈലായിട്ടുള്ള ഒരു പ്ലെയർ ഇന്ന് ഈ ഫുട്ബോളിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. പരിക്കുകൾ കൊണ്ട് സീസണിൽ ഉടനീളം റയലിനുണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങളെ ഓർത്തും തോൽവികളുടെ അപമാനങ്ങളെ ഓർത്തും വരുന്ന മത്സരങ്ങളിൽ അതെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുമെന്ന ചിന്തയും റയൽ മാഡ്രിഡ് ആരാധകരെ നിരന്തരം വേട്ടയാടിയിരുന്നു. എന്നാൽ അതിനെല്ലാം ആൻസിലോട്ടി മുന്നോട്ട് വെച്ച മറുപടിയായിരുന്നു അവൻ. തൻ്റെ ടീമിന് വേണ്ടി ഏത് കവചവും അണിയുവാൻ കെൽപ്പുള്ളൊരുവൻ, ഏത് യുദ്ധവും പൊരുതി ജയിക്കുവാൻ കരുത്തുള്ളവൻ, മൈതാനത്ത് റയൽ മാഡ്രിഡിൻ്റെ വിജയത്തിന് വേണ്ടി എന്തിനും തയ്യാറായി നിൽക്കുന്നവൻ. അത് റയൽ മാഡ്രിഡിൻ്റെ യഥാർത്ഥ പോരാളി ഫെഡറിക്കോ വാൽവേർഡെ. യൂറോ കപ്പിൽ സ്പെയിനുമായുള്ള മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം ജർമ്മൻ താരം ടോണി ക്രൂസ് തൻ്റെ വിരമിക്കൽ പ്രഖ്യാപിക്കുന്നുണ്ട്. തൻ്റെ ഫോമിൻ്റെ പീക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം എന്നേക്കുമായി ബൂട്ടഴിക്കുന്നത്. അയാളുടെ ആ തീരുമാനം ജർമ്മൻ ആരാധകരെ ഞെട്ടിച്ചതിനേക്കാൾ റയൽ മാഡ്രിഡ് ആരാധകരെ പരിഭ്രാന്തരാക്കിയിരുന്നു. ക്രൂസ് വിരമിച്ചിരിക്കുന്നു, ഇനി അയാൾക്ക് പകരം ആര് എന്ന ചോദ്യമുയർന്നു. നമ്പർ 8 പൊസിഷൻ ആര് കൈകാര്യം ചെയ്യുമെന്ന ചോദ്യങ്ങൾ ഒരുപാട് ഉയർന്നു കേട്ടു. ഉയർന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാതെ പറഞ്ഞായിരുന്നു അയാളുടെ മടക്കം. തൻ്റെ 8-ാം നമ്പറിന് പകരക്കാരനായി തനിക്കൊത്ത ഒരു ഉറുഗ്വേൻ മധ്യനിരക്കാരനെ ഒരുക്കി വെച്ചായിരുന്നു അയാൾ തൻ്റെ പ്രിയ ക്ലബിനോട് അന്ന് വിട പറയുന്നത്. അതായിരുന്നു ഫെഡ് വാൽവേർഡെ. ടോണി ക്രൂസും ലൂക്ക മോഡ്രിച്ചും കാസ്മീറിയുമെല്ലാം അടക്കി ഭരിച്ചിരുന്ന റയലിൻ്റെ മധ്യനിരയിലേക്ക് ഫുൾ ടൈം പ്ലെയറായി വാൽവേർഡെയ്ക്ക് സാന്നിധ്യം അറിയിക്കുവാൻ അയാൾ കുറച്ചധികം സമയം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് കാസ്മേരയുടെ മാഞ്ചസ്റ്ററിലേക്കുള്ള ചേക്കേറലും ടോണി ക്രൂസിൻ്റെ വിരമിക്കലും റയലിൻ്റെ ഫുൾ ടൈം പ്ലെയറിലേക്കുള്ള സ്ഥാനം അയാൾക്ക് നേടിക്കൊടുക്കുന്നുണ്ട്. ശേഷം തൻ്റെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് അയാൾ ഉറച്ചു വിശ്വസിച്ചിരുന്നു. പക്ഷേ അത്ലറ്റിക് ക്ലബ്ബുമായുള്ള മത്സരത്തിൽ തനിക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് കൊണ്ട് മാഡ്രിഡ് പരാജയപ്പെട്ടു പോകുന്നുണ്ട്. ശേഷം ആരാധകർ അതിനെ കാര്യമായി തന്നെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. എന്നാൽ തൻ്റെ തെറ്റ് മനസ്സിലാക്കി അയാൾ ഇൻസ്റ്റാഗ്രാമിൽ അന്ന് രാത്രി ഒന്ന് കുറിച്ച് വയ്ക്കുന്നുണ്ട്. അത് എൻ്റെ മിസ്റ്റേക്കായിരുന്നു. പരാജയത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു. എന്നോട് ക്ഷമിക്കുക. ഒരുപക്ഷെ ഈ ഒരു സംഭവം പലരും ഇന്ന് മറന്നുപോയി കാണും. എന്നാൽ അന്ന് മുതൽ ഇന്ന് വരെ അവസാന മത്സരം വരെ അയാളുടെ കാലുകളിൽ നിന്നും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടില്ല. മാഡ്രിഡിൻ്റെ പരാജയങ്ങൾക്ക് അയാൾ കാരണക്കാരനായിട്ടില്ല. പകരം തൻ്റെ വിയർപ്പ് കൊണ്ട് ആ ടീമിൻ്റെ വിജയങ്ങൾക്ക് വേണ്ടി നിരന്തരം മൈതാനത്ത് പോരാടുകയാണ്. 2024 സീസൺ റയലിനെ സംബന്ധിച്ചിടത്തോളം ഇഞ്ചുറികൾ നിറഞ്ഞതായിരുന്നു. പല പൊസിഷനുകളിലും പ്ലെയേഴ്സിനെ നിരന്തരം നഷ്ടപ്പെട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ഈ ഇഞ്ചുറികൾ റയൽ ആരാധകർക്ക് സമ്മാനിച്ചത് ഫെഡ് വാൽവേർഡെ എന്ന വെർസറ്റൈൽ പ്ലെയറെയായിരുന്നു. ഓരോ മാച്ചിലും അയാൾ കളിക്കുന്ന പൊസിഷനുകൾ വ്യത്യസ്തമായിരിക്കും. കളിക്കുന്ന പൊസിഷൻ ഏത് തന്നെ ആയാലും ഹീസ് ഇൻ ബെസ്റ്റ് ഇൻ ദാറ്റ്. റൈറ്റ് വിങ് ആയാലും DM ആയാലും ലെഫ്റ്റ് വിങ് ആയാലും ഹീസ് പെർഫെക്റ്റ് ഇൻ ദാറ്റ്. ഏത് പൊസിഷനും കളിക്കുവാൻ അവൻ ഒരുക്കമായിരുന്നു. ഏത് പൊസിഷനും കൃത്യമായി കൈകാര്യം ചെയ്യുവാൻ കെൽപ്പുണ്ടെന്നവൻ ഓരോ മത്സരങ്ങളിലും നിരന്തരം തെളിയിച്ചുകൊണ്ടേയിരുന്നു. തൻ്റെ ടീമിന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ അയാളെടുത്ത ഇത്തരം എഫർട്ട് മറ്റൊരു പ്രൊഫഷണൽ താരം എടുക്കുമോ എന്ന് സംശയമാണ്. എടുത്താൽ തന്നെ ഭംഗിയായത് വഴക്കിയെടുക്കുവാൻ സാധിക്കുമോ എന്ന കാര്യവും സംശയമാണ്. ഡ്രിബ്ലിങ്ങും അറ്റാക്കിങ്ങും ടാക്ലിങ്ങും അസിസ്റ്റുകളും ഗോളുകളുമായി ഫെഡ് വാൽവേർഡെ റയൽ മാഡ്രിഡിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്നാൽ മറ്റു താരങ്ങൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള അംഗീകാരമോ പ്രശസ്തിയോ അയാൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. ഹീസ് ആൻ അൺസീൻ ഹീറോ ഇൻ റയൽ മാഡ്രിഡ്. റീൽസുകളിലും വീഡിയോകളിലും നിറഞ്ഞു നിൽക്കുന്ന വിനീഷ്യസിനും
ജൂഡ് ബെല്ലിംഗ്ഹാം എന്ന ഓവർ ഹൈപ്ഡ് ഇംഗ്ലണ്ട് പ്ലെയറിനും ലഭിക്കുന്ന താരപരിവേഷങ്ങൾക്ക് ശരിക്കും അനുയോജ്യൻ ഇയാൾ തന്നെയല്ലേ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലും പക്ഷേ പരാതികളൊന്നുമില്ലാതെ താൻ കളിക്കുന്ന പൊസിഷനിൽ കൃത്യമായി നീതി പുലർത്തിക്കൊണ്ട് അവൻ മാൻഡ്രിഡിൻ്റെ ജേഴ്സിയിൽ തുടരുകയാണ്. എതിരാളികളുടെ പേടി സ്വപ്നമായി, റയൽ ആരാധകരുടെ വിശ്വാസമായി, പരിഭവങ്ങളൊന്നുമില്ലാതെ തൻ്റെ പൊസിഷൻ പോലും ത്യാഗം ചെയ്തുകൊണ്ട് റയൽ മാൻഡ്രിഡിൻ്റെ വിജയങ്ങൾക്ക് വേണ്ടി അവൻ മൈതാനത്ത് ഇന്നും പോരാട്ടം തുടരുകയാണ്. അത് വാഴ്ത്തുപാട്ടുകൾ അയാൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഒരു യഥാർത്ഥ മാൻഡ്രിഡ് സ്റ്റാറുകളുടെ എല്ലാം മനസ്സിൽ ഫെഡറിക്കോ വാൽവേർഡെ എന്നും മികച്ചവനായി തന്നെ തുടരും. മ്യൂണിച്ച് ഫുട്ബോൾ ഏരിയാനയിൽ വെച്ച് ഇനിയൊരു ചാമ്പ്യൻസ് ലീഗ് കിരീടം കൂടി റയൽ നേടുന്നുണ്ടെങ്കിൽ ഗോളുകൾ നേടുന്നവരുടെയും ഗോൾ കീപ്പറായ കോട്ടാവയുടെ മാസ്റ്റർ ക്ലാസ്സിനുമൊപ്പവും ഈ യൂറുഗ്വൻ പ്ലെയറിൻ്റെ കാലുകളിടറാതെ മധ്യനിരയിൽ നിന്നാൽ മാത്രമേ അവർക്കത് സാധ്യമാകുകയുള്ളൂ. കാരണം ആ 8 നമ്പറുകാരൻ ഇന്ന് റയൽ മാൻഡ്രിഡിൻ്റെ വിജയങ്ങളുടെ തേരാളിയാണ്. യെസ്, ദ റിയൽ ഹീറോ ഓഫ് റിയൽ മാൻഡ്രിഡ്, ദ ഗ്രേറ്റ് ഫെഡറിക്കോ വാൽവേർഡെ. They've soaked up pressure and they have hit Barcelona, and there is the breakthrough. It has been coming, and late on with 12